രൺബീർ കപൂർ അയ്യോ പുള്ളി കേട്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞ സങ്കടം വന്ന് അങ്ങ് പൊട്ടിപ്പോയനായിരുന്നു. ട്രോളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ചേച്ചി. കുന്നംകുളം രൺബീർ കപൂർ എന്നാണ് ഇപ്പൊ അവനെ വീണിരിക്കുന്ന പേര്. കൊള്ളത്തില്ല കേട്ടോ. അവൻ ജിസേലിനോട് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട്. കാരണം ഈ ഷോ എന്ന് പറയുന്നത് കുട്ടികളും വലിയവരും പ്രായം ചെന്നവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു ടോപ്പ് 2-ൽ എത്തുന്നത് വരെ അല്ലാതെ ജിസയിലും ആര്യനും നേർക്ക് നേർ ഗെയിം കളിക്കില്ല. ഇല്ല. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആര്യൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് അതിലുണ്ട്. സത്യം പറഞ്ഞാൽ നേരിട്ട് കാണണമെങ്കിൽ എന്തെങ്കിലും നല്ല വാക്ക് പറയണമെന്നുണ്ട്. ഐ മീൻ ഇത് നല്ലൊരു ഇതായിട്ടൊന്നല്ല, വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് ചേരുന്ന ഒരു പ്രവൃത്തിയോ പ്രകടനമോ ഒന്നുമല്ല പയ്യൻ കാഴ്ച വെച്ചേക്കുന്നത്. ആരോ ഒരാൾ പറഞ്ഞു, പിന്നെ മോഹൻലാൽ എന്തോ പറഞ്ഞു, എന്തോന്ന് ആരെപ്പോലെ ഇരിക്കുന്നതെന്നുള്ളത് രൺബീർ കപൂർ. അയ്യോ പുള്ളി കേട്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞ സങ്കടം വന്ന് അങ്ങ് പൊട്ടിപ്പോയനായിരുന്നു. അത് ജിസേൽ പറയും പോലെ അല്ല, മോഹൻലാൽ ഏതാണ്ട് രൺബീർ കപൂറിനെ പോലെ എന്നല്ല പറഞ്ഞ, ആ ഫാമിലി ആയിട്ട് എന്തോ അടുപ്പമുണ്ടെന്നാ. അവ ഇപ്പൊ കരുതിയിരിക്കുന്ന എന്തെന്നറിയാമോ, അവൻ രൺബീർ കപൂർ. അയ്യോ, കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഗോഷ്ടികൾക്ക് ഒന്നും തന്നെ ഒരു നിലവാരം ഇല്ലാത്ത ഒരു പയ്യനാണത്. സത്യം തന്നെ സാധാരണ ഇങ്ങനെയൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ചേച്ചി. കുന്നംകുളം രൺബീർ കപൂർ എന്നാണ് ഇപ്പൊ അവനെ വീണിരിക്കുന്ന പേര്. കൊള്ളത്തില്ല കേട്ടോ. അവൻ എന്തോ ആണെന്നാണ് അവന്റെ വിചാരം. കാരണം ചില സമയത്തുള്ള അവന്റെ ആക്ട് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ആക്ടർ ആണോ? സ്ത്രീകളെ ബഹുമാനമില്ല, സ്ത്രീകളെ എന്നല്ല, എതിർ വിഭാഗത്തിൽ മീൻസ് അവൻ മാത്രം നല്ലത്. അവനോട് എതിർത്തോ അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആരും തന്നെ നല്ലതല്ല, അല്ലെങ്കിൽ അവരെ എങ്ങനെ മോശപ്പെടുത്താം, എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം എന്നുള്ള. കാരണം ചേച്ചി മോഹൻലാൽ വന്ന എപ്പിസോഡ് തന്നെ ചേച്ചി കണ്ടായിരിക്കുമല്ലോ. ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളിപ്പോ അദ്ദേഹം ഒരു ഹോസ്റ്റ് ആണ്, ആരായിക്കോട്ടെ ഒരു ആക്ടർ എന്നതിലുപരി ആ ഷോയുടെ ഹോസ്റ്റ് ആണ് ലാലേട്ടൻ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരന് നമ്മളൊരു റെസ്പെക്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വഭാവ ഗുണമാണ് അവിടെ കാണുന്നത്. സത്യം പറഞ്ഞു വേറൊരു ക്യാരക്ടറുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരാളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് അവർ കാണാണ്ട് ഒരുമാതിരി അവരെ ഗോഷ്ടി കാണിക്കുക. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം ആരെങ്കിലും ഇപ്പം ശൈത്യനെ പറ്റി ആയിക്കോട്ടെ, അനുമോളെ പറ്റി ആയിക്കോട്ടെ, അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ അക്ബറിനെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിരുന്ന കേസ്, അയ്യോ ഉമ്മ ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു രീതിയിൽ, ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ. അതിപ്പം പുള്ളിക്കാരന് ആരെയും റെസ്പെക്ട് ഇല്ല, പുള്ളിക്കാരന്റെ സ്വഭാവത്തിൽ ആരെയും ബഹുമാനിക്കണമെന്ന് ആരെയും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വീട്ടിലെ ശീലമാണ് ഇത്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ നമുക്ക് ഒളിച്ചു വെക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ മിനിമം ഒരു 20 ദിവസം അങ്ങനത്തെ ഒരു കണക്കാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജിസേലിനോട് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട്. കാരണം ഈ ഷോ എന്ന് പറയുന്നത് കുട്ടികളും വലിയവരും പ്രായം ചെന്നവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു ഷോ ആണ്. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെ ഗബ്രി ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് 2 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ അടുത്തിരുന്ന് സംസാരിച്ചതിനൊക്കെ പുറത്ത് എങ്ങനെ രീതിയിലാണ് പോയത്, ഷോയിലായിക്കോട്ടെ അവിടെയുള്ള മത്സരാർത്ഥികളായിക്കോട്ടെ പല രീതിയിൽ കാണിക്കുന്നതോ. അതെ. പക്ഷെ ചേച്ചി ഇപ്പം ജിസയിലും ആര്യനും തമ്മിലുള്ള ഒരു കേസിൽ കുറച്ച് പേര് ഇപ്പം വേറൊരു ടോക്ക് പോകുന്നത്, എന്തിനാ അനിമോള് സദാചാര അമ്മായിയെ പോലെ ഇറങ്ങുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഗബ്രി ജാസ്മിന്റെ ഞാൻ പറയട്ടെ, ഗബ്രി ജാസ്മിന്റെ കാര്യം മാത്രമല്ല അതിലും പറയുന്നുണ്ട്. ഇതിലെ സദാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൾഗർ ഡ്രസ്സിങ്. ഓക്കെ, നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ് ഈ പുതപ്പിനടിയിലുള്ള ഒരു പ്രശ്നം. ഏതൊരു കണ്ണുപൊട്ടനും കണ്ടുപോയ ഒരു കാര്യമാണ്. എന്താണെന്ന് പക്ഷെ കണ്ടതിൽ നിന്ന് നമുക്ക് കുറെ എന്തുവാണ്, നമ്മളും ചോറല്ലേ കഴിക്കുന്നത്, നമുക്കും കുറച്ചൊക്കെ മനസ്സിലാകും. പക്ഷേ ജിസേലിനും എന്തോന്ന് ആര്യനും ഒരു ചെറിയൊരു ഫേവറിസം കാണിക്കുന്നുണ്ടോ ബിഗ് ബോസ് എന്നുള്ള ഒരു സംശയം. ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ മീംസ് ഒക്കെ വന്നപ്പോൾ കണ്ടതാണ്, ടോപ്പ് 2-ൽ എത്തുന്നത് വരെ അല്ലാതെ ജിസയിലും ആര്യനും നേർക്ക് നേർ ഗെയിം കളിക്കില്ല. ഇല്ല, അവർ സപ്പോർട്ട് ചെയ്തതിനെ പോലെ. അത് നമ്മൾ പല എപ്പിസോഡ് നോക്കിയാലും അറിയാം, ആര്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജിസയിൽ അവിടെ സപ്പോർട്ട് ചെയ്യും. അല്ല, ഒരു കാര്യം അനുമോള് പറയുന്നത് ശരിയാണ്. ജിസയിൽ എന്ത് ചെയ്തിരുന്നാലും എന്ത് പറഞ്ഞിരുന്നാലും അവിടുത്തെ കുറച്ച് പാവാടൊക്കെ അങ്ങോട്ടല്ലോ അത് കുറച്ച് പേരുണ്ട്. അതായത് ആര്യനുണ്ട്, അക്ബറുണ്ട്, പിന്നെ നമ്മുടെ അപ്പാനിയെ കുറിച്ചൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ കണക്കൂട്ടിയിരുന്നത്. പക്ഷെ ഒരു നിലവാരമില്ലാത്ത കളി. എന്തുകൊണ്ടും സീസൺ 7 വേസ്റ്റ്, ബാഡ്.
കൊള്ളത്തില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെത്. കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണാൻ തോന്നുന്നില്ല സത്യം. ഇപ്പോൾ പലപ്പോഴും ഞാൻ എണീറ്റ് പോകാറുണ്ട്, മറ്റത് അങ്ങനെയല്ല, അത് കണ്ട് തീരുന്നത് ഇപ്പൊ വിചാരിക്കുന്നറിയാം നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും പരസ്യം എണീറ്റ് പോകാം. സത്യം അങ്ങനെയാ വിചാരിക്കുന്നത്. എന്തായാലും ആര്യന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു 2 വീക്സ് ആയിരുന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. കാരണം പുള്ളിക്കാരൻ ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യാൻ വിളിച്ചിരുന്നാലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ ഇത്ര ദിവസം കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും എന്ന് പറയുന്നത് അതുപോലെ പുറത്തു വന്നതുപോലെ തന്നെയാണ്. എന്താ പറയാ, സ്മാർട്ട്നെസ് ഒക്കെ ആൺകുട്ടികൾ കാണിക്കുന്നതൊക്കെ കാണാനും നമുക്കൊരു ഭംഗി തന്നെ. പക്ഷെ ഇത് കുറച്ച് എന്താ പറയാ വൾഗറായി പോയി. ഫസ്റ്റ് ആര്യൻ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കാൻ മറ്റുള്ളവരോട്, അത് മാത്രമേ ആരാണെങ്കിലും ഇപ്പം മുതിർന്നവരായിക്കോട്ടെ ഇളയവരായിക്കോട്ടെ നമ്മൾ അങ്ങോട്ട് ഒരാൾക്ക് ബഹുമാനം കൊടുത്താലേ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും. ഒരാൾ കാണാണ്ട് അവരെ സൈറ്റ് അടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഈ ഒരു മുഖം കൊണ്ടൊരുമാതിരി ഗോഷ്ടി കാണിക്കുക, ഇതൊക്കെ നിലവാരം കുറഞ്ഞതെന്നേ പറയാൻ പറ്റുള്ളൂ. ആര്യൻ വിചാരിക്കുന്ന ഇതെല്ലാം വലിയ കാര്യമാണ് അതിനകത്ത് നിന്ന് കാണിക്കുമ്പോൾ ഫാൻ ബേസ് ഒരിക്കലും ഇല്ല. ഇത് അവന്റെ ഉള്ള ആ ഒരു വിലയും കൂടെ ഇല്ലാതെ ആക്കുകയാണ് ചെയ്യുന്നത്. ജിസേലും അതുപോലെ തന്നെ, ഇതിൽ പലരും. പക്ഷെ ഇനിയും ദിവസങ്ങളുണ്ട് നല്ല കളിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ ആ ഒരു ആയിട്ടേ ഉള്ളൂ ഗെയിം. എന്തായാലും ആര്യൻ പഴയതുപോലെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ജിസേലിനെയൊക്കെ വിട്ട് സിംഗിളായിട്ട് കളിക്കാൻ നോക്കി. ജിസേല്, അക്ബർ അവരെയൊക്കെ വിട്ടിട്ട് ആര്യനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ പറഞ്ഞതുപോലെ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 കയറി വരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതെ, പക്ഷെ മാന്യമായിട്ട് കളിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.